ഹലോ, കേരള PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏവരെയും എഡിഗോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള PSC 2023 ഒക്ടോബർ മാസത്തിലെ എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 14-ാം തീയതി 10th ലെവൽ പ്രിലിംസിന്റെ എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മുൻപ് അപ്ലൈ ചെയ്ത കുറച്ച് പോസ്റ്റിനാണ് ഇപ്പോൾ PSC എക്സാം വിളിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. മേട്രൺ ഗ്രേഡ് 1, തിയേറ്റർ അസിസ്റ്റന്റ്, മ്യൂസിയം അറ്റൻഡന്റ്, LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ കം അക്കൗണ്ടന്റ്, സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, ലബോറട്ടറി അറ്റൻഡർ. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് PSC ഇപ്പം എക്സാം നടത്താനായിട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള അതേ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ആണ് PSC കൊടുത്തിട്ടുള്ളത്. എന്നാലും നമുക്കതൊന്ന് നോക്കാം. GK കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 60 മാർക്കാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് സമകാലീന സംഭവങ്ങൾ, കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക്, ഇതിന് 10 മാർക്കാണേ. രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. അതും 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അതായത് ഇന്ത്യയുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഫുൾ ആയിട്ട് പഠിക്കണം. അതിന് 10 മാർക്കാണുള്ളത്. പിന്നെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ആണ് പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. ഇതിന് 10 മാർക്കാണ് ഇത്രയും ടോപ്പിക്കിന്. അടുത്തത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അത് കേരള ജോഗ്രഫിയാണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികള്, കായലുകള്, വിവിധ വൈദ്യുത പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങള്, ദേശീയോദ്യാനങ്ങള്, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. ഇതിനും 10 മാർക്കാണ്. അടുത്തത് ആറാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഇത്രയും ടോപ്പിക്കിന് 10 മാർക്കാണ്. അങ്ങനെ GK കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഈ ഒരു പോർഷനിൽ നിന്നും 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അടുത്തത് ജനറൽ സയൻസ് പഠിക്കാനായിട്ടുണ്ട്. സയൻസിൽ നമുക്ക് 10 20 മാർക്കാണ്. അതായത് നാച്ചുറൽ സയൻസിന് 10 മാർക്കും ഫിസിക്കൽ സയൻസിന് 10 മാർക്കും, അങ്ങനെ 20 മാർക്കാണ് നമുക്ക് സയൻസിൽ നിന്നും വരുന്നത്. ഈ നാച്ചുറൽ സയൻസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഈ ഒരു 7 ടോപ്പിക്കിന് 10 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സും ഉണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്ന കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത് നോക്കാം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. ഇങ്ങനെ ഒരു 5 ടോപ്പിക്കാണ് കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഫിസിക്സിൽ നിന്നുമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയുമാണ് ഫിസിക്സിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഫിസിക്സും കെമിസ്ട്രിയും 12 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന് 10 മാർക്കാണ് ഫിസിക്കൽ സയൻസിൽ നിന്നും ലഭിക്കുന്നത്. സയൻസ് മൊത്തം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അത് കൊടുത്തിരിക്കുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അത് ലഘുഗണിതം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്ന് ചോദിക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും എന്നിങ്ങനെ 8 ടോപ്പിക്കാണ് ലഘുഗണിതത്തിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. അതിന് 10 മാർക്കാണ്. ഇനി മെന്റൽ എബിലിറ്റിയും 10 മാർക്കാണ്. ഏതൊക്കെയാണ് ടോപ്പിക്ക് നോക്കാം. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരം തിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ,
വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇത്രയും ടോപ്പിക്കാണ് മെന്റൽ എബിലിറ്റിയിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രിലിംസിന്റെ സിലബസ്. ഒരു ചെറിയ സിലബസ് ആണ്. നമുക്ക് മുന്നിൽ 2 മാസമാണ് ഇനിയുള്ളത്. ആ ഒരു 2 മാസം കൊണ്ട് ഈ ഒരു സിലബസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കണം. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രിലിംസ് എന്നുള്ള കടമ കടക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാംസ് എല്ലാം. അത്യാവശ്യം കട്ട് ഓഫ് ഒക്കെ ഉയരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെയുള്ള പഠനം വേണം. ഈ ഒരു സിലബസ് പ്രകാരം കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിലും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുമായി വീണ്ടും കാണാം.